ഇന്ത്യയിൽ മനോഹരമായ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ ആരവ് എന്നു പേരുള്ള ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ വളരെയേറെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകർ അവരുടെ ജീവിതത്തിൽ ആന്തരിക സമാധാനവും സന്തോഷവും വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ അദ്ദേഹത്തെ തേടിയെത്തി. ശാന്തമായ ഒരു സുപ്രഭാതത്തിൽ കബീർ എന്ന യുവാവ് കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ മാസ്റ്റർ ആരവിൻ്റെ അടുത്തെത്തി. കബീർ മാസ്റ്ററുടെ ശാന്തമായ പെരുമാറ്റത്തെ അഭിനന്ദിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത്തരം ശാന്തത എങ്ങനെ വളർത്തിയെടുക്കാമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു. മാസ്റ്റർ ആരവ്, കബീർ തുടങ്ങി. അവൻ്റെ സ്വരത്തിൽ ഭക്തി നിറഞ്ഞു. നിങ്ങളുടെ ശാന്തതയും സമാധാനവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളിൽ അത്തരം ശാന്തത എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാമോ? സൗമ്യമായ പുഞ്ചിരിയോടെ മാസ്റ്റർ ആരവ് കബീറിനെ തൻ്റെ എളിയ വാസസ്ഥലത്തേക്ക് സ്വാഗതം ചെയ്തു. അതിശക്തരായ ആളുകളുടെ ശീലങ്ങൾക്കുള്ളിൽ കാലാതീതമായ ജ്ഞാനം നൽകാൻ തയ്യാറായി. പ്രിയപ്പെട്ട കബീർ, മാസ്റ്റർ ആരവ് തുടങ്ങി. അവൻ്റെ ശബ്ദം മൃദുലവും എന്നാൽ ജ്ഞാനം നിറഞ്ഞതുമായിരുന്നു. അതിശാന്തമായ ആളുകളുടെ ശീലങ്ങൾ ലളിതവും എന്നാൽ അഗാധവുമാണ്. അവയിലൂടെ ഞാൻ നിങ്ങളെ നയിക്കട്ടെ. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. മൈൻഡ്ഫുൾ ബ്രീത്തിങ്, ശാന്തത വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധാപൂർവമുള്ള ശ്വസനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാസ്റ്റർ ആരവ് വിശദീകരിച്ചു. അതിശക്തരായ ആളുകൾ അവരുടെ ശ്വാസത്തെക്കുറിച്ച് ശ്രദ്ധാലുവാണ്, അദ്ദേഹം പറഞ്ഞു. വർത്തമാന നിമിഷത്തിൽ സ്വയം നങ്കൂരമിടാനും അവരുടെ മനസ്സിനെ ശാന്തമാക്കാനും അവർ ആഴത്തിലുള്ള ശ്വസനവിദ്യകൾ ഉപയോഗിക്കുന്നു. നന്ദി പരിശീലിക്കുന്നു. ആന്തരിക സമാധാനത്തിലേക്കുള്ള കവാടമാണ് നന്ദി, മാസ്റ്റർ ആരവ് പ്രഖ്യാപിച്ചു. നിഷേധാത്മകതയിൽ വസിക്കുന്നതിനു പകരം അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആളുകൾ നന്ദിയുടെ ദൈനംദിന പരിശീലനം വളർത്തിയെടുക്കുന്നതായി അദ്ദേഹം നിരീക്ഷിച്ചു. നിയന്ത്രണം വിടുന്നു. ശാന്തത വളർത്തിയെടുക്കുന്നതിൽ നിയന്ത്രണം വിട്ടുകൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം മാസ്റ്റർ ആരവ് ഊന്നിപ്പറഞ്ഞു. അതിശക്തരായ ആളുകൾക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നു, അദ്ദേഹം പറഞ്ഞു. ഫലങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉപേക്ഷിക്കാനും ജീവിതത്തിൻ്റെ ഒഴുക്കിൽ വിശ്വസിക്കാനും അവർ പഠിക്കുന്നു. അതിരുകൾ നിശ്ചയിക്കുക. ആന്തരിക സമാധാനം സംരക്ഷിക്കുന്നതിന് അതിരുകൾ അത്യന്താപേക്ഷിതമാണ്, മാസ്റ്റർ ആരവ് കുറിച്ചു. എപ്പോൾ വേണ്ടെന്ന് പറയണമെന്നും എപ്പോൾ സ്വയം പരിചരണത്തിന് മുൻഗണന നൽകണമെന്നും അറിയുന്ന അതിശാന്തരായ ആളുകൾ മറ്റുള്ളവരുമായി വ്യക്തമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുകയും സ്വന്തം ക്ഷേമത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ക്ഷമ പരിശീലിക്കുന്നു. ക്ഷമ ഒരു പുണ്യമാണ്, മാസ്റ്റർ ആരവ് കബീറിനെ ആശ്വസിപ്പിച്ചു. എല്ലാം ദൈവിക സമയത്താണ് വികസിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് അതിശക്തരായ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്ഷമ വളർത്തിയെടുക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ശ്രദ്ധാപൂർവമായ ഭക്ഷണം, ശാന്തത വളർത്തുന്നതിനുള്ള ഒരു മാർഗമായി ശ്രദ്ധാപൂർവം ഭക്ഷണം കഴിക്കാൻ മാസ്റ്റർ ആരവ് കബീറിനെ പ്രോത്സാഹിപ്പിച്ചു. അതിശക്തരായ ആളുകൾ ഓരോ ഭക്ഷണവും ആസ്വദിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അവർ സാവധാനത്തിലും മനസ്സോടെയും ഭക്ഷണം കഴിക്കുന്നു. അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്ന അനുഭവത്തിൽ പൂർണ്ണമായും സന്നിഹിതരാകുന്നു. പതിവ് ധ്യാനം, ആന്തരിക സമാധാനത്തിൻ്റെ മൂലക്കല്ലാണ് ധ്യാനം, മാസ്റ്റർ ആരവ് പ്രഖ്യാപിച്ചു. ഓരോ ദിവസവും ഏതാനും മിനിറ്റുകൾ മാത്രമാണെങ്കിലും തൻ്റെ ദിനചര്യയിൽ പതിവ് ധ്യാനം ഉൾപ്പെടുത്താൻ അദ്ദേഹം കബീറിനെ ഉപദേശിച്ചു. വർത്തമാനകാലം, ഇന്നത്തെ നിമിഷം മാത്രമാണ് നമുക്കുള്ളത്, മാസ്റ്റർ ആരവ് കബീറിനെ ഓർമ്മിപ്പിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാതെയും ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി വ്യാപൃതരായി. അതിശക്തരായ ആളുകൾ ഓരോ നിമിഷത്തിലും സന്നിഹിതരായിരിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. സ്വയം അനുകമ്പ പരിശീലിക്കുക. ശാന്തത വളർത്തിയെടുക്കുന്നതിൽ സ്വയം അനുകമ്പയുടെ പ്രാധാന്യം മാസ്റ്റർ ആരവ് ഊന്നിപ്പറഞ്ഞു. അതിശക്തരായ ആളുകൾ ദയയോടും അനുകമ്പയോടും കൂടെ പെരുമാറുന്നു, അദ്ദേഹം പറഞ്ഞു. അവർ സ്വയം തെറ്റുകൾ ക്ഷമിക്കുകയും സ്വയം സ്നേഹം പ്രയോഗിക്കുകയും ചെയ്യുന്നു. സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുന്നു. വളരെയധികം സ്ക്രീൻ സമയം ആന്തരിക സമാധാനം തകർക്കും, മാസ്റ്റർ ആരവ് കബീറിന് മുന്നറിയിപ്പ് നൽകി.
സ്ക്രീനുകളിലേക്കും സാങ്കേതിക വിദ്യയിലേക്കും സമ്പർക്കം പുലർത്തുന്നത് പരിമിതപ്പെടുത്താൻ അദ്ദേഹം ഉപദേശിച്ചു. പ്രത്യേകിച്ചും ഉറക്ക സമയത്തിന് മുമ്പ് ശാന്തമായ ഉറക്കവും ശാന്തതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രകൃതിയുമായുള്ള ബന്ധം. പ്രകൃതി മനസ്സിനെ ശാന്തമാക്കുന്നു, മാസ്റ്റർ ആരവ് നിരീക്ഷിച്ചു. പാർക്കിൽ നടക്കാൻ പോയാലും ശാന്തമായ നദിക്കരയിലിരുന്നാലും പ്രകൃതിയിൽ പതിവായി സമയം ചെലവഴിക്കാൻ അദ്ദേഹം കബീറിനെ പ്രോത്സാഹിപ്പിച്ചു. സ്വീകാര്യത വളർത്തുക. ആന്തരിക സമാധാനത്തിന്റെ താക്കോലാണ് സ്വീകാര്യത, മാസ്റ്റർ ആരവ് പ്രഖ്യാപിച്ചു. മാറ്റാൻ കഴിയാത്തതിനെ ചെറുക്കുന്നതിന് പകരം ജീവിതത്തെ അതേപടി സ്വീകരിച്ചുകൊണ്ട് തന്നെയും മറ്റുള്ളവരെയും അംഗീകരിക്കാൻ അദ്ദേഹം കബീറിനെ ഉപദേശിച്ചു. മാസ്റ്റർ ആരവ് തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ കബീറിന് സമാധാനവും വ്യക്തതയും അനുഭവപ്പെടുന്നതായി തോന്നി. പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ ഈ ശീലങ്ങൾ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അങ്ങനെ ചെയ്യുന്നതിലൂടെ താൻ ആരാധിക്കുന്ന അതിശക്തരായ ആളുകളെ പോലെ തന്നെ ശാന്തതയും ആന്തരിക സമാധാനവും വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞു. അതിനാൽ ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ താൻ വിജയം കൈവരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാസ്റ്റർ ആരവിൻ്റെ നിർദ്ദേശപ്രകാരം കബീർ സ്വയം കണ്ടെത്തലിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. If you love to watch this video, you can like, share and subscribe.